Welcome to Garam Masala, the magic spices of cooking. ഫിഷ് മജ്ബൂസ്. ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും ടേസ്റ്റിയുമായ ഫിഷ് മജ്ബൂസ് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ 2 വലിയ ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഷേരിയാണിത്. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനുവേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇവ എടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷാണിത്. ഇതിൻ്റെ മുകളിലായെന്ന് വരഞ്ഞു കൊടുക്കണം, എങ്കിൽ മാത്രമേ മസാല അകത്തോട്ട് പോവുകയുള്ളൂ. നമുക്കിതിൻ്റെ മുകളിലായി മസാല ചേർത്ത് കൊടുക്കാം. മസാല നന്നായി തേച്ച് പിടിപ്പിക്കണം. ഫിഷിൻ്റെ അകത്തും പുറത്തുമെല്ലാം ഈ മസാല തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഫിഷിനെ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലോട്ട് നമുക്ക് 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. 10 മിനിറ്റിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഫിഷിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത സൈഡ് കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 ഇഞ്ച് നീളമുള്ള ഒരു പട്ട, 2 ബേ ലീഫ്, 1/2 ടീസ്പൂൺ കുരുമുളക് ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയൊരു സവാള ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണിത്. ഈ സവാള സോഫ്റ്റായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ വീതം ക്രഷ് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളക് ഓപ്ഷണലാണ്. ഇതിനെ കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇതിന് പകരമായി ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ തക്കാളി മിക്സിയിലിട്ട് ഒന്ന് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് നമുക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലോട്ട് നമുക്കൊരു ഡ്രൈ ലെമൺ കൂടെ ചേർത്ത് കൊടുക്കണം. അടുത്തതായി നമുക്ക് കുറച്ച് ഫിഷ് പീസസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മജ്ബൂസിന് ഫിഷ് ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 4-5 ചെറിയ ഫിഷ് പീസസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. ഇവിടെ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അറേബ്യൻ സ്പൈസ് മിക്സ്, ആവശ്യത്തിന് ഉപ്പ് ഇവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിനെ നമുക്ക് 15 മിനിറ്റ് കുതിർത്തിയെടുക്കണം. ഈ റൈസ് കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം. 10 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. 20 മുതൽ 30 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം വേണം നമുക്ക് പാൻ തുറന്ന് നോക്കാൻ. ഇപ്പോൾ നമ്മുടെ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് പാൻ തുറന്ന് വെച്ചതിന് ശേഷം വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ റൈസ് ഉടഞ്ഞു പോകും. ഇതിലുള്ള ബേ ലീവ്സ് എല്ലാം നമുക്ക് എടുത്തു കളയാം. അങ്ങനെ നമ്മുടെ
ഈസി ആൻഡ് ടേസ്റ്റി ഫിഷ് മജ്ബൂസ് തയ്യാറായിട്ടുണ്ട്. ഈ റൈസിനെ നമുക്ക് വലിയൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൻ്റെ മുകളിലായി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് പീസസ് വെച്ചതിന് ശേഷം നമുക്ക് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക്